بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യൽ നിർബന്ധവും അതുവഴി സ്വർഗം കരസ്ഥമാക്കുക എന്ന ആ ഒരു സംവിധാനത്തെ പ്രാപിക്കുകയും ചെയ്യുക എന്നത് വലിയ ഒരു സ്വപ്നവും ആഗ്രഹവും ഒക്കെയാണ്. നന്നായിട്ട് ജീവിക്കണം എന്നതാണ് ഏകദേശം എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ളത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആർക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതിന്റെ യാഥാർത്ഥ്യത്തെ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് ഇസ്ലാമാണ്. ആ യാഥാർത്ഥ്യത്തിലൂടെ മുസ്ലിം എന്ന പേരിലുള്ളവർക്ക് തന്നെ പോവൽ വലിയ പ്രയാസമാണ്. ആ യാഥാർത്ഥ്യത്തിലെത്താൻ പ്രാർത്ഥനയും നിർബന്ധമാണ്. ആ യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പലരെയും നമ്മൾ വിലയിരുത്താറുണ്ട്. അയാളുടെ പ്രവർത്തനങ്ങളെ കണ്ടാൽ അയാൾ സ്വർഗത്തിലെത്തും. സ്വർഗത്തിൽ എത്തുന്നതിലേക്ക് ഒരു മനുഷ്യനെ നിർണയിക്കുന്നത് ആ മനുഷ്യന്റെ അവസാനം എങ്ങനെയായിത്തീരും എന്നുള്ളതാണ്. ഒരു ഹദീസ് കേട്ടോളൂ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്ത് പറയാണ്, ഫവല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവേ തന്നെയാണ് സത്യം. ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങളിൽ ഓരോരുത്തരും ഒരു സ്വർഗ്ഗവാസി ചെയ്യുന്ന അമലൊക്കെ ചെയ്യും. ഹത്താ മാ യകൂന ബൈനഹു വ ബൈനഹാ, അവസാനം സ്വർഗവും ഇവനും തമ്മിലുള്ള അടുപ്പം ഇല്ലാ ദിറാഅ്, ഒരു മുഴം അകലെ ഉള്ളൂ. അത്രത്തോളം സ്വർഗത്തോട് അവൻ അടുത്തു. അത്രയും സ്വർഗത്തിന്റെ അമൽ അവൻ ചെയ്തു. അങ്ങനെയിരിക്കെ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നരക നിർബന്ധമാകുന്ന ഒരു പ്രവർത്തനം കടന്നു വരിക വഴി ഒരു മുഴം അകലെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അടുപ്പം, സ്വർഗത്തോട് അടുത്ത് നിൽക്കുന്ന ആയുസ് തീരാനായി നിൽക്കുന്ന മനുഷ്യന്റെ അവസാന സമയത്ത് നരകവാസിയുടെ അമല് ചെയ്യുന്നു. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, ആ ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രം, ഏറ്റവും ചുരുങ്ങിയ അവസാന കാലഘട്ടത്തിൽ മാത്രം അവൻ ആ ഒരു നരകവാസിയുടെ അമല് ചെയ്തതിന്റെ പേരിൽ ഫയദ്ഖുലുഹ, അവൻ നരകത്തിൽ പോകേണ്ടി വരും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ആഖിബത്ത് നിർണയിക്കുന്നത് അവന്റെ സ്വർഗം നരകം എന്നതിനെയാണ്. അതേ ഹദീസിൽ തന്നെ പിന്നെയും കാണാൻ ചില ആളുകളെ അമല് ചെയ്യും, നരകത്തിന്റെ അമലാണ്. പക്ഷേ നരകത്തിന്റെ അമല് മുഖേന അവർ എത്തിപ്പെടുന്നത് നരകത്തോട് അടുത്തു നിൽക്കുന്ന ഒരവസ്ഥ. നരകത്തോട് അടുത്തവർ നിൽക്കുമ്പോ അവരുടെ അവസാന ഭാഗത്ത് അവർ സ്വർഗത്തിൻ്റെതായ അമല് ചെയ്ത് അവർ സ്വർഗവാസിയായി മരിക്കുന്ന അവസ്ഥയും ഉണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം സ്വർഗവും നരകവും ഒരു മനുഷ്യന്റെ ജീവിതാവസാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോവാനാണ് സാധ്യതകൾ കൂടുതൽ. അവൻ ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ, ബലപ്രയോഗങ്ങളിലൂടെ, കർമ്മങ്ങളിലേക്ക് അവന്റെ മനസ്സിനെയും ശരീരത്തെയും നിർബന്ധിച്ചു കൊണ്ടുവരിക വഴി അവൻ സ്വർഗത്തിന്റെ വഴിക്ക് നീങ്ങാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. തുർമുദിയുടെ ഒരു ശീർഷകം തന്നെ ആ ഹദീസിന്റെ പ്രധാനമായ ഭാഗം വെച്ചുകൊണ്ടാണ്. ബാബു മാ ജാഅ ഹുഫത്തുൽ ജന്നത്തു ബിൽ മകാരിഹി വ ഹുഫത്തുൻ നാറു ബിശ്ശഹവാത്ത്. ഈ അധ്യായത്തിന്റെ പേര് ഇമാം തുർമുദി വെച്ചിരിക്കുന്നത് സ്വർഗത്തെ മനുഷ്യന് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ഒരു കവചമായി സ്വർഗത്തെ പൊതിഞ്ഞിരിക്കുകയാണ്.
നരകത്തെ മനുഷ്യന്റെ താല്പര്യങ്ങൾ എന്നതുകൊണ്ട് ഒരു കവചമായി അള്ളാഹു നരകത്തെ മനുഷ്യ താല്പര്യങ്ങൾ എന്ന കവചം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് മനുഷ്യ താല്പര്യങ്ങൾ ആകർഷിച്ചു കൊണ്ടുവരാണ്. സ്വർഗത്തിലേക്ക് വരാനിരിക്കുന്ന മനുഷ്യന് വെറുപ്പുള്ള കാര്യങ്ങൾ വികർഷിച്ചു കൊണ്ടിരിക്കാം. ഈ ഒരു സംവിധാനം അള്ളാഹു സ്വർഗത്തിനും നരകത്തിനും വെച്ചിട്ടുണ്ട് എന്ന ആശയത്തിൽ ഹദീസിന്റെ ഭാഗം കൊണ്ട് തന്നെ ഹദീസ് അധ്യായത്തിന് മഹാനായ ഇമാം തുർമുദി ജാമിഉൽ ശീർഷകം ചാർത്തിരിക്കാം. പലപ്പോഴും നമ്മൾ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു തആല സ്വർഗവും നരകവും പടച്ച നേരത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗം കാണാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ഫഖാല ഉൻദുർ ഇലൈഹാ വഇലാ മാ അഅദദതു ലിഅഹ്ലിഹാ ഫീഹാ. ജിബ്രീൽ, താങ്കൾ ഞാൻ പടച്ച സ്വർഗം കണ്ട് ആ സ്വർഗത്തിൽ എന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ട് ഇവിടെ വന്ന് പറയണം അതേക്കുറിച്ച്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശാല വിസ്തൃതിയുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ ചിറകുകൾ വീശി സ്വർഗത്തിന്റെ അവാച്യമായ വിശാലത കാണാൻ വേണ്ടി, അനുഗ്രഹങ്ങൾ കാണാൻ വേണ്ടി പറക്കാൻ തുടങ്ങി. സ്വർഗം കണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ കണ്ടു, സ്വർഗം കണ്ടു, നീ അതിൽ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ കണ്ടു. ഈ സ്വർഗത്തെ കുറിച്ച് പുറത്ത് എവിടെയെങ്കിലും ഒരു സംഭാഷണം, ആരെങ്കിലും മുഖേന ഈ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു പ്രചരണം സൃഷ്ടികളിൽ ഉണ്ടായിപ്പോയാൽ ഈ സ്വർഗത്തിൽ നിന്നും ഒരാൾ മുഴുവൻ എല്ലാവരും ഈ സ്വർഗത്തിലുണ്ടാവും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു അടുത്ത പ്രാവശ്യം പറയാൻ പോകുന്നത്, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യർ അതിലേക്ക് അനിഷേധ്യമായി ഒഴുകി വരുന്ന ഒഴുക്കിനെ വികർഷിച്ചു നിർത്തുന്ന മനുഷ്യ താല്പര്യങ്ങൾ എന്ന ഒരു മതിൽ, ഒരു കവചം സൃഷ്ടിച്ചുകൊണ്ട് അതിനുശേഷം വീണ്ടും പോയി കാണുക എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും പോയി കാണുന്നു. ആ കവചം കണ്ട് അത്ഭുതപ്പെടുന്നു. അല്ലാഹുവേ, ഭയക്കുകയാ ഞാൻ. സുജൂദിൽ വീണുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാം വട്ടം സ്വർഗം കണ്ടിട്ട് വന്ന് പറയാം, മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാത്ത ആ മനുഷ്യ താല്പര്യങ്ങൾ കൊണ്ടുള്ള കവചം എന്നെ പോലും ഭയപ്പെടുത്താണ്. ഇതേപോലെ തന്നെ നരകത്തെ പടച്ചിട്ട് നരകം കാണാൻ ആവശ്യപ്പെട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നരകം കണ്ടുവന്ന് അള്ളാഹുവോട് ഭയന്നിട്ട് പറയുന്നുണ്ട്, ഈ നരകത്തിലേക്ക് ഒരു മനുഷ്യനും വരാൻ സാധ്യതയില്ല, വരില്ല. എന്തുകൊണ്ട്? ഈ നരകം അത്ര കഠോരമായ ശിക്ഷകൾ വിഭാവനം ചെയ്യുന്നു എന്ന ഒരു പ്രചരണം ഉണ്ടായിപ്പോയാൽ ഈ നരകത്തിലേക്ക് ആരും എത്തുകയില്ല. നരകത്തെ അല്ലാഹു തആല മനുഷ്യ താല്പര്യങ്ങൾ എന്ന് പറയുന്ന ഒരു കവചം കൊണ്ട്, ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട്, ഒരു മതില് പണിതുകൊണ്ട് ആകർഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വെച്ചു. രണ്ടാം വട്ടം ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാം വട്ടം ചെന്നു. അതിനുശേഷം മഹാനവറുകൾ വന്നുകൊണ്ട് അല്ലാഹുവോട് പറയാ, മനുഷ്യന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്ന കവചം മനുഷ്യനതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരും, ആകർഷിക്കും. അതുകൊണ്ട് ആ നരകം ഞാനും ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ നരകത്തെ ഓർത്ത് പിന്നീട് കണ്ണീരൊലിപ്പിച്ചു കഴിഞ്ഞു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നരകവും സ്വർഗവും നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ചിന്തകളെ കൊണ്ടുവരികയാണ്. നരകം എപ്പോഴും ഒരു ഭയപ്പാടോടുകൂടെ മനുഷ്യനോർക്കാൻ ആ ഹദീസും ഖുർആനും നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചുള്ള വ്യത്യസ്തതകളെ ആവർത്തിച്ചു പറയുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഫിന്നാരി ഹയാത്തുൻ മിസ്ല അഅനാഖിൽ ഇബ്ൽ. ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ദൃഢമായ ശരീരഭാഷയുള്ള വലിയ നീളമുള്ള പാമ്പുകൾ നരകത്തിലുണ്ടത്രേ. നരകത്തിന്റെ തീയിനാലുള്ള ശിക്ഷയ്ക്ക് പുറമെ ഈ പാമ്പുകൾ നരകവാസിയെ കടിച്ചു കഴിഞ്ഞാൽ ആ നരകവാസിക്ക് ഈ വിഷത്തിന്റെ തീവ്രമായ അവസ്ഥ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും വേദനകളും ഒരൊറ്റക്കടിക്ക് 40 കൊല്ലം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയാണ്. നരകത്തിൽ ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ കിട്ടുന്നത് 2 ചെരുപ്പുകളാണ്. അബൂ താലിബിനാണിതെന്ന് പറയപ്പെടുന്നു.
രണ്ട് ചെരുപ്പ് കിട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകത്തിന്റെ അഗ്നിയിനാലുള്ള രണ്ട് ചെരുപ്പ് അയാളുടെ മസ്തിഷ്കത്തിൽ പോലും ചലനം സൃഷ്ടിക്കുന്ന വിധം അത് തിളച്ച് മറിയും. അത്രത്തോളം പാദം വഴി അസ്ഥികൾ വഴി അതിന്റെ താപം മുകളിലേക്ക് ഉയർന്നാൽ മസ്തിഷ്കം പോലും ഉരുകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യ ജീവിതത്തിൽ ഈ ചിന്തകൾ ഇടപെട്ടാൽ, ഒരു വിചാരണയ്ക്ക് വിധേയനായാൽ അതിനവസാനം നരകം എന്ന ശിക്ഷയിൽ താൻ പതിച്ചു പോകും എന്ന ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ഒരു ആലോചന വന്നാൽ ഒരു മനുഷ്യൻ നന്നായെന്ന. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വഹാബികളിലൊക്കെ നരകചിന്ത വന്നിട്ട് അവർ വാവിട്ട് കരഞ്ഞ് മാസങ്ങളോളം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറിലെ ഒരായത്തുണ്ടല്ലോ, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. നിഷേധികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ലോകമാണ് നരകം. ഈ ആയത്ത് ശകലം മഹാനായ സ്വഹാബി പ്രമുഖനായ സൽമാൻ റളിയല്ലാഹു അൻഹു കേട്ട സന്ദർഭത്തിൽ കരച്ചിൽ തുടങ്ങി. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ ഇങ്ങനെ തലക്ക് മുകളിലേക്ക് വെച്ചിട്ട് മഹാനവറുകൾ വാവിട്ട് കരയാൻ തുടങ്ങി. വഖറജ ഹാരിബൻ സലാസത അയ്യാം. 3 ദിവസം ഈ ആയത്തിന്റെ ആ പ്രകമ്പനം കേട്ടു. നിഷേധികളായ ആളുകളുടെ അവസാനം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നരകം എന്ന ധ്വനിയുള്ള ഈ ആയത്ത് കേട്ടിട്ട് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു തലയിൽ കൈ വെച്ചുകൊണ്ട് മഹാനവറുകൾ ഭയന്ന് ഓടിയെന്ന. 3 ദിവസം നിലയ്ക്കാതെ ഓടി. മഹാനവറുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഓടുമ്പോഴാണ് ആ മാനസിക വിഭ്രാന്തിയിൽ നിന്നും ഈ ചിന്ത കൊടുത്ത മാനസിക വിഭ്രാന്തി. ഏത് ചിന്ത? നരകത്തിലാണ് അവസാനം എത്തേണ്ടത് എന്ന വാഗ്ദാനം എന്ന് പറയപ്പെടുന്ന ചിന്ത കൊടുത്തതായ ഒരു പ്രേരണ കൊണ്ട് മഹാനവറുകൾ നിലയ്ക്കാതെ ഓടിയത് 3 ദിവസം എന്ന് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തുന്നു. ആർക്കും ആ മഹാനെ പറഞ്ഞു നിർത്താനോ പിടിച്ചു നിർത്താനോ കഴിഞ്ഞില്ല. അത്രത്തോളം അദ്ദേഹം ഭയന്നോടിയത് തുടർച്ചയായ 3 ദിവസം എന്ന് ഹദീസിൽ കാണാം. അത്രത്തോളം സ്വഹാബികൾ നരകത്തെ ഭയന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അസമയത്ത്, സാധാരണ ആ സമയത്തൊന്നും വരാറില്ല, ഒരു അസമയം, സാധാരണ വരുന്ന ഒരു സമയമല്ല, ഒരു അസമയത്ത് പുണ്യനബിയുടെ മുന്നിൽ വരുന്നുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തെയും കോലത്തെയും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപവും കോലവും കണ്ടാൽ ഭയന്നു പോകും. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം മാറി. മാലി അറാക മുതഗയ്യിറൽ ലൗൻ. പുണ്യ നബി ചോദിച്ചു, നിന്റെ രൂപത്തിൽ മാറ്റം വരുന്ന ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം. ഇതുപോലെ രൂപം മാറിയതായി അങ്ങയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനിപ്പോൾ ഈ രൂപത്തിലേക്ക് മാറിയത് നരകത്തിന്റെ തീയിൽ, ആ തീയിനെ ഒന്ന് ഊതിക്കത്തിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രഖ്യാപനം വന്ന് നരകത്തിന്റെ തീയിനെ വീണ്ടും ഊതിക്കത്തിക്കൽ മഹാന്മാരായ മലക്കുകളാൽ വീണ്ടും അവിടെ നടന്നു. ഞാനതിന് സാക്ഷിയാണ്. ഒരു മനുഷ്യൻ, നരകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ, ആ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് രൂപം ഇങ്ങനെ മാറലല്ലാതെ നിർവാഹമില്ല. നബിയെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ജിബ്രീൽ സിഫ്ലി ജഹന്നം. നരകത്തിന്റെ ഏറ്റവും മുകളിലുള്ള തട്ട് ജഹന്നം എന്ന ഭാഗം, അതേക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പുണ്യനബിയോട് ആവശ്യമാണ്. നരകത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമായ ജഹന്നമിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് നേരത്തെ ഹദീസ് ജിബ്രീൽ പറഞ്ഞു കൊടുക്കാം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 കൊല്ലം അല്ലാഹു നരകത്തെ വെറുതെ ഇട്ട് കത്തിച്ചപ്പോൾ അത് കടും ചുവപ്പ്, പിന്നെ 1000 കൊല്ലമായപ്പോൾ അത് വെളുപ്പ്,
പിന്നെ 1000 കൊല്ലം അതിനുശേഷം അല്ലാഹു നരകത്തെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോ തീവ്രമായ അതിന്റെ ചൂട് നരകാഗ്നിയുടെ നിറത്തെ കറുപ്പാക്കി. ഇപ്പോൾ അതൊരു ഇരുൾ മുറ്റിയ രാവ് പോലെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ആ നരകം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ഏതൊരു തീ, ഇപ്പൊ നമ്മള് ഒരു പറമ്പിൽ കുറെ കരിയില കൂട്ടിയിട്ടിട്ട് തീയിട്ട് കഴിഞ്ഞാൽ ആ കരിയില കത്തിത്തീരുന്നവരെ ആ തീ ഉണ്ടാവും. അത് കഴിയുമ്പോ ഏത് തീയും ഒന്ന് അവസാനിക്കുമല്ലോ. നരകത്തിന്റെ തീ അങ്ങനെയല്ല. നരകത്തിന്റെ തീയുണ്ടല്ലോ, അതിന്റെ ആളല്ലൊരിക്കലും നിലയ്ക്കൂല. വലാ ജംറുഹ, നരകത്തിന്റെ തീപ്പൊരി അണഞ്ഞു പോവുകയുമില്ല. ഒരു കനൽക്കട്ട, ഒരു തീക്കട്ട ഇങ്ങനെ എടുത്തു വെച്ച കുറെ നേരം കഴിയുമ്പോൾ തന്നെ കരിക്കട്ടയായി പോവും. അതിലുള്ള ആ തീയിന്റെ അംശം തനിയേ അവസാനിച്ചു. നരകത്തിന്റെ തീപ്പൊരികൾ ഒരിക്കലും തനിച്ച് അണഞ്ഞു പോവൂല നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നമ്മളൊരു തീപ്പെട്ടി ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ ആ തീപ്പെട്ടിയുടെ തീക്കൊള്ളി വരുന്ന തീപ്പെട്ടിക്കോൽ, അതിന്റെ തുമ്പിൽ ഇങ്ങനെ ഒരു തീപ്പൊരി കാണാം. തീ അണഞ്ഞു കഴിഞ്ഞ ശേഷം ആളിങ്ങനെ കത്തിയിട്ട് പിന്നെ അത് അണഞ്ഞു പോകും. അണഞ്ഞു പോയ ശേഷം അതിലൊരു ചുവപ്പ് കളറിൽ ഒരു തീപ്പൊരി കാണാം. ആ തീപ്പൊരി സെക്കൻഡുകളോളം നിലനിൽക്കുള്ളൂ, അത് കഴിഞ്ഞ് തന്നെ അണഞ്ഞു പോകും. നരകത്തിന്റെ തീപ്പൊരി അണയൂല എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിനോട് പറയാം. ഇനി കേട്ടോളൂ, മഹാനായ ജിബ്രീൽ പറയാണ്, ലൗ അന്ന ഖറമൈബറത്തിൻ ഫതഹ മിൻഹാ ലഹ്തറഖ അഹ്ലുദ് ദുനിയാ. നരകാഗ്നിയിലേക്ക് ഒരു സൂചിയുടെ മുൻഭാഗം കുത്തി തോണ്ടിയെടുക്കാം. നരകാഗ്നിയിൽ നിന്നും ഒരു സൂചി കൊണ്ട് തോണ്ടിയെടുക്കുന്ന അഗ്നി കൊണ്ടുവന്ന് ഭൂമിയിലെങ്ങാനും ഇട്ടുകഴിഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യര് മുഴുവനും മരിച്ചു പോയേക്കാം. സത്യം ചെയ്തുകൊണ്ട് മഹാനായ ജിബ്രീൽ പറയുകയാണ്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നരകവാസിയുടെ വസ്ത്രത്തെ കൊണ്ടുവന്നിട്ട് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലായി കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന നരകവാസിയുടെ ഒരു വസ്ത്രം കൊണ്ടുവന്ന് തൂക്കിയിട്ടതിന്റെ പേരിൽ അതിൽ നിന്നും പുറത്തേക്ക് വമിച്ച ദുർഗന്ധം കൊണ്ടും അതിന്റെ വീർപ്പ് മുട്ടിക്കുന്നതായ ആ ചൂടുകൊണ്ടും നരകവാസിയുടെ വസ്ത്രല്ലേ, ഭൂമിയിലുള്ള മനുഷ്യർ കരിഞ്ഞു പോകും നബിയെ. ദുർഗന്ധം കൊണ്ട് വീർപ്പ് മുട്ടി അവർ മരിച്ചു പോകും നബിയെ. ഇനി കേട്ടോളൂ, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ ലൗ അന്ന ദിറാഅൻ മിൻ സിൽസിലത്തിൽ ലത്തി ദകറഹാ ഫിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിൽ നരക അഗ്നിയിൽ ഉപയോഗിക്കുന്ന ചങ്ങലകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ഹഖയിലൊക്കെ ഉണ്ട് ചങ്ങലനെ കുറിച്ച് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. നരകത്തിൽ ഉപയോഗിക്കുന്ന നരകവാസിയെ വിലങ്ങ് വെക്കുന്ന ആ ചങ്ങല, അത് നരകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പടകൂറ്റം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം ലദാബ ഹത്താ യബ്ലുഗൽ അർളസ് സബിഅ ഹത്താ യബ്ലുഗൽ അർളസ് സബിഅ. ആ ചങ്ങല ഭൂമിയുടെ 7 തട്ടുകളിലെത്തും വിധം ആ തീയിനാലുള്ള നരകത്തിന്റെ ചങ്ങലയിരിക്കുന്ന ആ പർവ്വതം ഇങ്ങനെ ഉരുകി 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 താഴേക്ക് പോയി 7 തട്ട് വരെ ഇങ്ങനെ ഉരുകിപ്പോകും. നമ്മളെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനത്തിന്റെ മുകളിൽ ഒരു തീക്കട്ട വെച്ചാൽ അത് ഉരുകി തുളഞ്ഞു തുളഞ്ഞ് താഴേക്ക് പോകുന്ന പോലെ, ഒരു ദ്വാരം സൃഷ്ടിക്കുന്ന പോലെ ഈ ചങ്ങല വെച്ചിരിക്കുന്നത് ഒരു പർവ്വതത്തിന്റെ മുകളിലാണെങ്കിൽ അത് ഉരുകി ഉരുകി ഒരു ദ്വാരം സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയുടെ താഴേ തട്ടിലേക്ക് എത്തുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയാം. ഈ നരകത്തെ തൊട്ടുള്ള അഭയം തേടല് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിർബന്ധം എന്ന പോലെ നടന്നു പോകുന്നുണ്ട്. ഒരു ഹദീസ് പറയാം.
അള്ളാഹുവിനോട് നമ്മൾ 3 വട്ടം നരകത്തെ തൊട്ട് കാവൽ തേടിക്കഴിഞ്ഞാൽ നരകത്തിൽ പോവൂല. ഒരു ദിവസം നിർബന്ധം നമുക്ക് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയിലെ ഖുത്ബയിലുണ്ട് ആ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ, മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അജ്ർനാ എന്ന് പറഞ്ഞാൽ ബഹുവചനം, അജ്ർനി എന്ന് പറഞ്ഞാൽ ഏകവചനം. നമ്മൾ മഗ്രിബ് കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് ഈ ദിക്ർ പറയുന്നുണ്ട്. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും 7 വട്ടം ഈ ദിക്ർ ചൊല്ലുന്നുണ്ട്. മനസ്സിൽ തട്ടി ചൊല്ലണം, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, പടച്ചവനെ നരകത്തിൽ നിന്നും നീ എനിക്ക് അഭയം തരണേ എന്ന്. ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പോവില്ല. ഒന്ന് കണ്ണ് നനഞ്ഞ് പറയണം. അത് കണ്ണ് നനഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ നരകത്തിൽ പോവില്ല. സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബ് നിസ്കാരത്തിന്റെയും പ്രധാന സുന്നത്താണ് അതിന് ശേഷം ഈ ദിക്ർ 7 വട്ടം പറയുന്നത്. ഈ ദിക്ർ ജീവിതത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിൽ കൊണ്ടുവരൽ, നരക ഭയം, ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാറ്റം, ഈ ദിക്റിന്റെ സ്വാധീനം, അതൊക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ വ്യവസ്ഥാപിതമായി തന്നെ ഈ ദിക്റുകളെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനിൽ ഈ ദിക്ർ കൊണ്ടൊരു സ്വാധീനമുണ്ട്. കണ്ണ് നനഞ്ഞത് പറഞ്ഞാൽ ഒരിക്കലും നരകത്തിൽ പോകേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് നരക അഭയം തരട്ടെ. ഈ ദിക്ർ ജീവിതത്തിൽ ഗൗരവകരമായി ആലോചിക്കാൻ വേണ്ടിയിട്ടാ ഞാനത് പറഞ്ഞത്. അത് ഏതെങ്കിലും ഒരു ഒഴുക്കം മട്ടിന് പറഞ്ഞു പോകുന്ന വാക്കുകളാവരുത്. അത്രയും മനസ്സിൽ തട്ടണം. ഈ തീയ് ചില്ലറക്കാരിയായി പറഞ്ഞു. നരകത്തിന്റെ തീ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എങ്ങനെയാ അതിലേക്കുള്ള ചിന്ത കടന്നു വരാം. മഹാന്മാര് പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഭൂമിയിലേക്ക് താമസം മാറിയ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് തീയിന്റെ ആവശ്യം വരാം. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മഹാനവറുകളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിന്റെ സമീപം ചെല്ലണം അലൈഹിസ്സലാം, ബിഅൻ യഖുദ ജുസ്അം മിനന്നാർ, നരകത്തിന്റെ തീയിന്റെ ഒരു കുഞ്ഞ് അംശം മഹാനായ മാലിക്കിൽ നിന്നും വാങ്ങിയിട്ട് അതുമായിട്ട് ഭൂമിയിൽ വന്ന് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വരണം. ഹത്താ യത്ബഖ ബിഹി തുആമ, ആദം അലൈഹിസ്സലാമിന് ഭൂമിയിൽ തീ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം നിർമ്മിക്കണം. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ആവശ്യമായ തീയ് അത് നരകത്തിൽ നിന്ന് കൊണ്ടുവരണം, അല്ലാതെ ഭൂമിയിൽ തീയില്ല. അടിസ്ഥാനപരമായി ഭൂമിയിൽ തീയില്ല, നരകത്തിൽ നിന്നും തീ കൊണ്ടുവരണം. അതുകൊണ്ട് ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് അലൈഹിസ്സലാം അള്ളാഹു പറഞ്ഞു, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മഹാനായ മലക്കിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഒരൽപ്പം തീയ ചോദിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. വലിയ വിവരമുള്ള മഹാനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. വഹ്യ് കൊണ്ടുവരുന്ന മലക്ക് എന്ന് പറഞ്ഞാൽ അതിനുള്ള വിവരമുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മാലിക്കിന്റെ മുന്നിലേക്ക് ചൊല്ലുന്നു, പറയുന്നു, തീയ് വേണം. മഹാനായ മാലിക് ചോദിച്ചു, എത്ര വേണം? യാ ജിബ്രീൽ കം തുരീദു മിനന്നാർ, ജിബ്രീലെ എത്രയാ തീയന്റെ അളവ് വേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉരീദു മിൻഹാ മിഖ്ദാറ തംറ, ഓരോ ഈത്തപ്പഴത്തിന്റെ ഒരു കാരക്കയുടെ വലിപ്പം തീയാണ് ഭൂമിയിലേക്ക് കൊണ്ടുപോവാൻ എനിക്ക് ആവശ്യം എന്ന് പറയാം. ആ സമയം മഹാനായ മാലിക് പറയുന്നുണ്ട് അലൈഹിസ്സലാം, നരകത്തിന്റെ കാവൽക്കാരൻ, ലൗ അഅതൈതുക മിഖ്ദാറ തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ കാരക്കയുടെ വലിപ്പത്തിൽ ഞാൻ അങ്ങേക്ക് നരകത്തിന്റെ അഗ്നിയുടെ അംശം എടുത്തു തന്നു കഴിഞ്ഞാൽ ലദാബത്തിസ് സമാവാതു സബ്ഉ വൽ അർളൂന മിൻ ഹർരിഹാ, 7 ആകാശത്തിലും ഭൂമിയുടെ 7 തട്ടിലും അത് കരിച്ചു കളഞ്ഞ്, ആ തീ കരിച്ചു കളഞ്ഞ് ഉരുക്കി കളഞ്ഞേക്കാം. അത്രത്തോളം അപകടകരമാണ്. ആകാശവും ഭൂമിയും ഉരുകിപ്പോവും നരകത്തിൽ നിന്നും അത്രയും തീയും കൊണ്ട് ഭൂമിയിലേക്ക് പോയാൽ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്നാ വേണ്ട, അത്രയും വേണ്ട, അതിന്റെ പകുതി മതി. മഹാനായ മാലിക് പറഞ്ഞു, ഞാനെങ്ങാനും അതിന്റെ പകുതി തന്നു കഴിഞ്ഞാൽ ലൗ അഅതൈതുക മാ തുരീദു ലം തൻസിൽ മിനസ് സമാഇ ഖത്റത്തുൻ,
ആകാശത്തിൽ നിന്നും പിന്നീട് ഒരിക്കലും ഭൂമിയിലേക്ക് മഴ പെയ്യൂല. അത് മാത്രവുമല്ല, ഒരു ചെടിയെ മുളപ്പിക്കാനും ഒരു പുല്ല് മുളപ്പിക്കാനും മണ്ണിന് കഴിയൂല. മണ്ണിന്റെ കഴിവ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്ര തീ വേണമെന്നത് അറിയാൻ വേണ്ടി അള്ളാഹുവോട് ചോദിക്കുന്നു. അള്ളാഹു പറയും ജിബ്രീലിനോട്, അതിന്റെ അളവ് ഒരു അണു എന്ന് പറയുന്ന, നമ്മൾക്കൊന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും സൂക്ഷ്മമായ ഒരു ചെറിയ അളവ്. ആ ചെറിയ അളവ്, ഒരു അണുവിന്റെ അളവ് തീ നരകത്തിൽ നിന്ന് വാങ്ങും. ആ തീ കൊണ്ടുവന്നിട്ട് ജിബ്രീൽ അത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ആ തീ കൊണ്ടുവന്നിട്ട് അതിനെ 70 വട്ടം 70 പുഴകളിൽ അല്ലെങ്കിൽ 70 സമുദ്രങ്ങളിൽ അതിനെ കൊണ്ടുവന്ന് നിർവീര്യമാക്കും. 70 വട്ടം നിർവീര്യമാക്കും. അതും 70 പുഴകളിൽ അല്ലെങ്കിൽ 70 സമുദ്രങ്ങളിൽ മുക്കി 70 വട്ടം നിർവീര്യമാക്കും. എന്നിട്ട് ഭൂമിയിലെ ഷാഹിഖ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്, അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ആദം അലൈഹിസ്സലാമിന് അത് ഉപയോഗിക്കാൻ കൊടുക്കേണ്ടത്. മഹാന്മാർ പറയുന്നു, അങ്ങനെ ഷാഹിഖ് എന്ന പർവ്വതത്തിന്റെ മുകളിൽ ഈ കനൽക്കട്ടയുടെ 70 വട്ടം നിർവീര്യമാക്കി 70 സമുദ്രങ്ങൾ സാക്ഷിയായ ആ കനൽക്കട്ടയുടെ അംശത്തെ കൊണ്ടുവന്ന്, നരകാഗ്നിയുടെ അംശത്തെ കൊണ്ടുവന്ന് ഷാഹിഖ് എന്ന പർവ്വതത്തിന്റെ മുകളിൽ വെച്ചപ്പോഴേക്കും ഷാഹിഖ് എന്ന പർവ്വതം ഉരുകാൻ തുടങ്ങി. എത്രത്തോളം തീയത്തിന്റെ സ്വഭാവം കാണിച്ചു. അതിന്റെ പുക അതിന്റെ പുക കത്തിക്കപ്പെടേണ്ട എല്ലാ സാധനങ്ങളിലും അത് വമിച്ചിട്ടുണ്ടത്രേ. ഈ ഭൂമിയിൽ കത്തിക്കപ്പെടേണ്ട എല്ലാ സാധനത്തിലും അന്ന് ഷാഹിഖ് എന്ന പർവ്വതത്തിൽ പുകഞ്ഞത് സ്പർശിതം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുക. അതുകൊണ്ട് ആ ഒരു വെളുപ്പും കറുപ്പും ചുവപ്പും നമ്മുടെ ഭൂമിയുടെ തീയിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വെളുത്ത് നല്ല നിറമുള്ള ഒരു അലൂമിനിയത്തിന്റെ കലം അടുപ്പിലെ തീയിന്റെ മുകളിൽ വെക്കുമ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, തീയിന്റെ ഏറ്റവും താഴെ ചുവപ്പ. ആദ്യം ചുവപ്പ് കളറായിരുന്നു തീ, പിന്നീട് അതിന്റെ മുകളിൽ ഒരു വെളുപ്പ് പോലെ, ഇതിന്റെ മുകളിൽ ലാസ്റ്റാണ് ഒരു കറുപ്പ് വന്ന് കാർബൺ വന്ന് പൊതിയുന്നത്. തീയിന്റെ ഏറ്റവും അവസാന ഭാഗം കറുപ്പായി തീരുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നരകം ഇപ്പോൾ കറുത്ത അവസ്ഥയിൽ കറുത്തിരുണ്ട് നിൽക്കാം. മുമ്പൊരവസ്ഥയുണ്ടായിരുന്നു ചുവപ്പ്, പിന്നെ വെളുപ്പ്, പിന്നെ കറുപ്പ്. അഭയം വേണം, അള്ളാഹുവോട് അഭയം തേടണം. അമലുകൾ കൊണ്ട് അള്ളാഹുവോട് നരക അഭയമാണ് നമുക്ക് വേണ്ടത്. സ്വർഗം ചോദിക്കാൻ മഹാന്മാർ മറന്ന് അവർ ചോദിച്ചത് നരക അഭയമാണ്. നരകത്തിൽ നിന്നുള്ള അഭയമാണ് ഒരാളുടെ മുന്നിൽ ഒരു ചോയ്സായി. സ്വർഗം ചോദിക്കണോ നരകത്തെ തൊട്ടുള്ള അഭയം വേണോ എന്ന് ഒരാളുടെ മുന്നിൽ ഒരു ചോയ്സ് വെച്ച് കഴിഞ്ഞാൽ നരക അഭയമാണ് സത്യവിശ്വാസി തെരഞ്ഞെടുക്കുക. മഹാന്മാരായ സ്വഹാബികൾ, സുഫിയാക്കളുടെ ജീവിതം നമുക്ക് ആ അർത്ഥത്തിൽ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കുക അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. രോഗങ്ങളുള്ള പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നിലവിൽ ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ, ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റഹ്മാനെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അഭയം നീ നൽകണേ അല്ലാ. ആശ്വാസം നൽകുക അല്ലാ.
ഹലാലായ മുറാദ് ഹസ്സലാക്കുക അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചു പോയവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാഹ്. വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, കുടുംബങ്ങളിൽ, കുടുംബക്കാരിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. കടബാധ്യതകൾ വീട്ടണേ അല്ലാഹ്. റബ്ബേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. കണ്ണേർ, സിഹർ പോലെയുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുകാക്കണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.